ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്ററിൽ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന പിക്ചറിനെ ഒബ്സർവ് ചെയ്യാം. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് തന്നില്ല നോക്കിയാൽ, ഒരു പ്രൈമറി കോയിലുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു സെക്കൻഡറി കോയിലുണ്ട്. ഈ പ്രൈമറി കോയിൽ എന്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഒരു DC സോഴ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്റർ എന്തിനായിരിക്കും തന്നിട്ടുണ്ടാവുക? അവിടുത്തെ കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ അമ്മീറ്റർ ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. ഈ സെക്കൻഡറി കോയിലിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ഫോം ചെയ്യില്ല എന്ന് പറയണത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് പറയണത്. ഓക്കെ അല്ലേ? എപ്പോൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും? ശ്രദ്ധിച്ചേ, ഇവിടെ എന്ത് സോഴ്സാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? DC സോഴ്സാണ് അല്ലേ? DC സോഴ്സ് എന്തുണ്ടാക്കില്ല? മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ റീസൺ എന്ത് എഴുതാം? DC സോഴ്സ് ഈസ് കണക്റ്റഡ് ടു എന്തെന്ന് പറയാം? പ്രൈമറി കോയിൽ. therefore നോ എന്തെന്ന് പറയാം? മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ അല്ലേ? ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് നോക്കിയേ. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ പ്രൈമറി സർക്യൂട്ട് ടു എൻഷുർ എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ സെക്കൻഡറി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഒഴുകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒഴുകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടെ കറണ്ട് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? ഒഴുകണം എന്ന് കരുതാം. എങ്കിൽ പ്രൈമറിയിൽ എന്ത് മാറ്റം വരുത്തണം? പ്രൈമറിയിൽ എന്ത് മാറ്റം വരുത്താം? ഈ DC സോഴ്സ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഈ DC സോഴ്സ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ എന്ത് വയ്ക്കേണ്ടി വരും? AC സോഴ്സ് ആക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്താ ആൻസർ പറയാം? ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എന്ത് പറയാം? കണക്ട് AC സോഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് DC. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, DC മ്യൂച്വൽ ഇൻഡക്ഷൻ ക്രിയേറ്റ് ചെയ്യില്ല, AC മ്യൂച്വൽ ഇൻഡക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ നോളജ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സ്വിച്ച് ഓൺ ആക്കില്ലേ, സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കില്ലേ, ഓൺ ആക്കുന്ന സമയത്ത് അമ്മീറ്റർ റീഡിങ് ഉണ്ടാവും. കാരണം ഇവിടെ 0 കറണ്ട് ആയിരുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു കറണ്ട് വരും. അപ്പോൾ ഇവിടെ ചേഞ്ചിങ് കറണ്ട് ഉണ്ട് ആ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എന്തുണ്ടായിരിക്കും? ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടായിരിക്കില്ല DC കണക്ട് ചെയ്യുമ്പോൾ കേട്ടോ. AC കണക്ട് ചെയ്യുമ്പോൾ എന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വേരിയിങ് കറണ്ടാണ് അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ആയതുകൊണ്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും? കറണ്ട് ഫോം ചെയ്യും. എങ്ങനെ? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി. അതുകൊണ്ട് ഇവിടെ എപ്പോഴും റീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് മാറ്റം വരുത്തേണ്ടത്? തന്നിരിക്കുന്ന സോഴ്സ് എന്താക്കി മാറ്റണം? AC ആക്കി മാറ്റണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.